റോബ് മേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വെഹിക്കിളാണ് ടാറ്റ നെക്സോണിൻ്റെ ഇലക്ട്രിക്. 2030 തന്നെ രാജ്യം സമ്പൂർണ്ണമായിട്ട് ഇലക്ട്രിക്കിലേക്ക് പോകണം എന്നുള്ള ഒരു വിഷനിലാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു വർഷം, അതായത് 2020 മാർച്ച് 31 തന്നെ BS4ൻ്റെ സെയിൽസ് കംപ്ലീറ്റ് അവസാനിപ്പിച്ച് BS6 വാഹനങ്ങൾ ടെക്നോളജിയിലേക്ക് വാഹനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള പല കമ്പനികളും അവരുടെ നിലവിലുള്ള വാഹനങ്ങളെ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കിതിന് മുമ്പ് നമ്മൾ ഏറ്റവും പേരുകേട്ടൊരു വാഹനം നമ്മൾ കണ്ടു. കോന എന്ന് പറഞ്ഞ വാഹനം, ഹുണ്ടയുടെ ഒരു വാഹനം ഇറങ്ങി. ഈ ഒരു ഇലക്ട്രിക് വാഹന ശ്രേണിയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചൊരു വാഹനമാണ്. ഇതിനു മുമ്പും പല വാഹനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പല വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ അവരുടെ നെക്സോൺ എന്ന പ്ലാറ്റ്ഫോമിൽ അവർ ഇലക്ട്രിക്കിനെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നെക്സോൺ ഒരു പ്രത്യേകതയുണ്ട്. 2014 ഓട്ടോ എക്സ്പോയിലാണ് നെക്സോൺ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മോഡൽ ടാറ്റ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2017 ഈ വാഹനം റോഡുകളിലേക്ക് വരികയാണ്. അപ്പം ഇതുവരെ ഇല്ലാത്ത ടാറ്റയുടെ ഒരു വാഹനങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ത്യൻ വാഹനങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ടാറ്റ ഈ വണ്ടിക്ക് കൊണ്ടുവന്നത്. കാരണം അത് സേഫ്റ്റി തന്നെയാണ്. ഗ്ലോബൽ NCAP റേറ്റിംഗിൽ 5 സ്റ്റാർ നേടിയ ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത്. അഡൽട്ട് റേറ്റിംഗിൽ 5 സ്റ്റാറും ചൈൽഡ് റേറ്റിംഗ് 3 സ്റ്റാറും നേടി ഇന്ത്യയിലെ ആദ്യത്തെ സേഫസ്റ്റ് കാറായിട്ട് നെക്സോൺ മാറാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഹീന്ദ്രയുടെ XUV 300, അതും ഇതേപോലെ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ വാഹനമായിട്ട്, ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യുന്ന വാഹനം ആണ് ഈ കിടക്കുന്നത്. ഇതൊരു ടാറ്റയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രിക് കാറാണ്. ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യയിൽ പരിപൂർണമായി നിർമ്മിച്ച ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ടാറ്റ നെക്സോൺ 3 വേരിയൻറ്റുകളിലാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇലക്ട്രിക്കിൻ്റെ പതിപ്പ് 3 വേരിയൻറ്റുകളിലാണ് വരുന്നത്. XM, XZ പ്ലസ്, XZ ലക്ഷറി, അങ്ങനെ 3 വേരിയൻറ്റിലാണ്. ഇത് XZ പ്ലസ് എന്ന് പറഞ്ഞാൽ മിഡിൽ വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റിവ്യൂ ചെയ്യേണ്ടത്. കാരണം ടോപ്പ് എൻഡ് വേരിയൻ്റ് ഒരുപാട് നമുക്കിപ്പോൾ ഓൾറെഡി റിവ്യൂസ് യൂട്യൂബിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മിഡിൽ വേരിയൻറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ടോപ്പ് എൻഡ് ഇതും തമ്മിലുള്ള ഈ ട്രിമ്മുകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാഹനം, ഈ കിടക്കുന്ന XZ പ്ലസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൽ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകാം. ഇത് നമുക്ക് 13.99 ആണ് ഫസ്റ്റ് വേരിയൻറ്റിന് നമുക്ക് വില വരുന്നത്. XM എന്ന് പറഞ്ഞൊരു മോഡലിന് വില വരുന്നത്. ഇതിനൊരു ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. 14.99 ആണ് XZ പ്ലസ്. ആൻഡ് അതിന് മുകളിൽ 1 ലക്ഷം രൂപയുടെ വില കൂടുതലുണ്ട് ടോപ്പ് എൻഡ് മോഡലായ XZ പ്ലസ് ലക്ഷറിക്ക്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എൻഡുമായിട്ട് ചെറിയ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം ഇത് കുറച്ചുകൂടെ നമുക്ക് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വാഹനത്തെ തന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഡ്യുവൽ ടോൺ കളേഴ്സാണ്. ശരിക്കും നമുക്ക് നെക്സോൺ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു ഗ്ലേസിയർ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്, ഒന്ന് സിൽവർ മൂൺലൈറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ്, പിന്നെ ഇത് സിഗ്നേച്ചറായിട്ടുള്ള ബ്ലൂ സിൽവർ എന്ന് പറയുന്ന കളറിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 വാഹനങ്ങളാണ്, ഈ 3 കളേഴ്സിലാണ് നമുക്ക് നെക്സോൺ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ടാറ്റയുടെ ഒരു ഡിസൈനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രത്യേകതയുള്ള ഡിസൈനാണ് നമുക്ക് ഈ നെക്സോണിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്ക് ടാറ്റ JLR കോമ്പിനേഷൻ സ്വന്തമാക്കിയതിന് ശേഷം നമുക്ക് ഈ ടാറ്റ ഡിസൈൻ ചെയ്യുന്നതെല്ലാം അവരുടെ പൂനെയിലും UK-ലും ഇറ്റലിയിലുമുള്ള അവരുടെ ഡിസൈനേഴ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പാക്റ്റ് 2.0 എന്ന് പറഞ്ഞ ഡിസൈൻ ഫിലോസഫിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് 2.0 എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിൽ ടാറ്റ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ വാഹനം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വാഹനം പതിയണം. പിന്നെ അതിനുശേഷം വാഹനം നമ്മുടെ ഓർമ്മകളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വരണം. അപ്പോൾ ഇങ്ങനെയൊരു ഇമ്പാക്റ്റ് ഫിലോസഫിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിനി ടോപ്പ് മുതലുള്ള സ്പെസിഫിക്കേഷൻസിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് കളറുള്ള റൂഫാണ്. അപ്പം ഇതിൻ്റെ ഈ മിഡിൽ വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും ഡ്യുവൽ ടോൺ കളേഴ്സിലാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ അതിന് മുകളിലൊരു സൺറൂഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ വാഹനത്തിന് സൺറൂഫ് ഇല്ല. അതാണ് ഇതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം. ടോപ്പ് എൻഡും ഈ മിഡിൽ വേരിയൻറ്റ് തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളിലൊന്ന് ഈ ലുക്കുകളിലാണ്. അല്ലാതെ ഈ വാഹനത്തിൻ്റെ ചുറ്റോട് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ബാഡ്ജിങ്ങിലൊന്നും ഈ ഒരു സെഗ്മെൻറ്റ് തമ്മിലുള്ള, ഈ വേരിയൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിൻഷീൽഡ് കാണാം. തൊട്ട് താഴെ തന്നെ എൻ്റെ വൈപ്പേഴ്സ് കാണാം. വൈപ്പേഴ്സ് ഒരു പ്രത്യേകതയുണ്ട്. പ്രീമിയം വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് വൈപ്പേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പം റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വരുന്നത്. ഈ വാഹനത്തിന് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടില്ല. അത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡുമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹുഡിലേക്ക് വരുമ്പോൾ ഹുഡ് എന്ന് പറയുന്നതൊക്കെ നല്ല ബലവത്തായിട്ടുള്ളൊരു ഹുഡാണ്. നമുക്കിവിടെ ക്യാരക്ടർ ലൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടാറ്റയുടെ ഒരു കേസിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ നെക്സോണിൻ്റെ കേസിലൊക്കെ ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് പ്രത്യേകത കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹുഡൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെ ഭയങ്കര ബലവത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ടോട്ടലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഇമ്പാക്റ്റ് താങ്ങാനുള്ള ഒരു സ്ട്രക്ചറാണ്. കാരണം വെച്ചാൽ ബോഡിയുടെ ഒരു ഫ്രണ്ട് പോർഷനും അതിൻ്റെ ഒരു സെല്ലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇമ്പാക്റ്റ് മാക്സിമം താങ്ങുന്ന ഒരു ബോഡിയാണ് നെക്സോൺ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു സേഫ്റ്റി റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ സാധാരണ നമ്മുടെ വാഹനങ്ങൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ളത് ക്യാബിനിലേക്ക് പോകുമ്പോൾ ഈ നെക്സോണിനെ സംബന്ധിച്ച്, ഇലക്ട്രിക്കിൻ്റെ കേസിലല്ല, നെക്സോണിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ സബ്മേഴ്സിബിൾ ആണ്. കാരണം ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എഞ്ചിൻ ഒടിഞ്ഞ് താഴോട്ട് വീഴുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസഞ്ചർ സേഫ്റ്റി തന്നെ കൂടുതലായിരിക്കും വാഹനത്തിന്. ഈ വാഹനത്തിനകത്ത് കംപ്ലീറ്റ് ഇലക്ട്രിക്കും മോട്ടറും അതുപോലെ ബാറ്ററിയും കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. ഡിസൈനിലേക്ക് നമുക്ക് കണ്ടു ചെയ്യാം. ഈ ഹുഡിന് തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ടാറ്റയുടെ സിഗ്നേച്ചർ ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് തന്നെ ഒരു കാഴ്ച തന്നെയാണ്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കിവിടെ ഒരു റേഡിയേറ്റർ ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. ആ റേഡിയേറ്റർ ഗ്രില്ലിനകത്ത് ഒരു ട്രൈ ആരോ, ഇതിനെ ട്രൈ ആരോ എന്നാണ് പറയുന്നത്. ട്രൈ ആരോ അത് ഈ ഇമ്പാക്റ്റ് 2.0 എന്ന് പറയുന്ന ഒരു ഡിസൈനിങ്ങിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ട്രൈ ആരോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ ഇവിടെ ഒരു എയർ ഡാം കാണിക്കും. എയർ ഡാമിൻ്റെ ഒരു വലിയ പ്രത്യേകതയുള്ളത് അവിടെയും ഈ ബ്ലൂ കളറുള്ള ട്രൈ ആരോ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വേർഷൻ ആയതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പല ഇൻസേർട്ടുകളിലും ഹ്യൂമാനിറ്റി ലൈനിലൊക്കെ തന്നെ ബ്ലൂ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കളറാണ് ഈ നമ്മൾ ഈ പറയുന്ന ബ്ലൂ ഇൻസേർട്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ താഴത്തെ ട്രൈ ആരോയ്ക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം വാഹനത്തിൻ്റെ പല സൈഡിലുള്ള ബാഡ്ജിങ്ങിലെല്ലാം ഇവരെല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം ഈ ബ്ലൂ ഇൻസേർട്ടാണ്. ഇവിടെ ഒരു EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, ഇലക്ട്രിക് ആണെന്ന് കാണിക്കുന്ന ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് ക്ലസ്റ്ററാണ്, പുതിയ തരത്തിലുള്ളൊരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു LED പ്രൊജക്ടർ ഹെഡ് ലാമ്പും നമുക്കൊരു ഹാലജൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇവിടെ ഒരു DRL നമുക്ക് കാണാനായിട്ട് സാധിക്കും. DRL എന്ന് പറയുമ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് DRL ആണ്. DRL പ്ലസ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇതുപോലെ തന്നെ ഈ സൈഡിൽ നെക്സോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും വാഹനത്തിൻ്റെ സൈഡിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് താഴോട്ട് വരുമ്പോൾ, ഹെഡ്ലൈറ്റിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫോഗ് ലാംപ്സ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഡിസൈനകത്താണ്. അവിടെ ഒരു ബ്ലൂ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് ഒരു ബ്ലൂവിൻ്റെ അതിപ്രസരം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പ്രിയ സുഹൃത്ത് രാകേഷ് വണ്ടിപ്രാന്ത് പറയുന്നത് പോലെ ഇതിനകത്തെല്ലാം ഒരു ബ്ലൂവിൻ്റെ ഒരു പ്രസരം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ എയർ ഡാമിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അവിടെ ട്രൈ ആരോ ഡിസൈൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ സ്കിഡ് പ്ലേറ്റ് എല്ലാം ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് സൈഡ് പ്രൊഫൈലിൽ ആദ്യമായിട്ട് നമ്മുടെ കാഴ്ചകളിലേക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ടയർ തന്നെയാണ്. ഒരു 16 ഇഞ്ച് ടയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. അതായത് ടോപ്പ് വേരിയൻറ്റിലും ഈ മിഡ് വേരിയൻറ്റിലും ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുമ്പോഴത്തേന് ഏറ്റവും ലോവർ വേരിയൻറ്റിൽ നോർമലായിട്ടുള്ള സ്റ്റീൽ റിമാണ് വരുന്നത്. ഇത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ്. കാരണം ഒരു സിൽവറിൻ്റെയും അതേപോലെ ബ്ലാക്കിൻ്റെയും ഒരു ഫിനിഷിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീലാർക്കുകളിലേക്കൊക്കെ വരുമ്പോഴത്തേന് നല്ല വീതിയുള്ള വീലാർക്കുകളാണ് നമ്മൾ കാണുന്നത്. ഒരു തികഞ്ഞ SUV ആണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇംപ്രഷൻ തരത്തക്ക രീതിയിലുള്ള ഒരു വീലാർക്കും കാര്യങ്ങളും വലിയ വീലാർക്കുകളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള റിയർ വ്യൂ മിറർ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള റിയർ വ്യൂ മിറർ, ടോപ്പ് എൻഡ്സിലേക്ക് വരുമ്പോൾ ഓട്ടോ ഫോൾഡ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ്. അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂവിൻ്റെ കളേഴ്സ്, അതായത് ബ്ലൂവിൻ്റെ ഒരു ക്ലാഡിങ് നമ്മുടെ ഈ ഒരു വിൻഷീൽഡ് പോലെ ഏറ്റവും ബാക്ക് വരെ ഈ വാഹനത്തിൻ്റെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ മിറേഴ്സിൻ്റെ തൊട്ട് താഴെ തന്നെ EV എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ ഈ ഡോറിലേക്ക് വരുമ്പം ബോഡി കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് ഈ വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലാഡിങ് കാണാം. അതായത് സ്ക്രാച്ച് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് ഡോറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പോർഷൻ കൊടുക്കുമ്പോൾ തന്നെ റൂഫും ഈ ബോഡിയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഈ റൂഫ് ഫ്ലോട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ബ്ലാക്ക് ഒരു പെയിൻറ്റിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തൊട്ട് മുകളിലായിട്ട് നമുക്കിവിടെ റൂഫ് റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാക്കിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പം അവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ല, അതിന് പകരം സാധാരണ ഏരിയയിൽ ഒരു ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഫ്യൂവൽ ലിഡ് നമുക്ക് കാണാൻ സാധിക്കും. പെട്രോളോ ഡീസലൊക്കെ അടിക്കുന്ന ഒരു ഫ്യൂവൽ ലിഡ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് നമ്മൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസാണ്, വാഹനം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊടുക്കുന്നത്.
രണ്ട് ഓപ്ഷൻസാണ് ഈ വാഹനത്തിനുള്ളത്. രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാവുന്ന 15 ആംപിയർ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ ചാർജ് ചെയ്യാവുന്ന ഒരു കണക്ടറും അതേപോലെ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഒരു കണക്ടർ. ഇങ്ങനെ രണ്ട് കണക്ടേഴ്സാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ചാർജിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് പറയണം. ഈ വാഹനം 312 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ പോകുന്നത്, സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം ചാർജ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഏകദേശം 8.5 മണിക്കൂർ എടുക്കും. അത് 8.5 മണിക്കൂർ കൊണ്ട് മാത്രമേ നമുക്ക് ഒരു 15 ആംപിയർ ആയിട്ടുള്ള ഒരു പ്ലഗിലിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് തൊട്ട് താഴെ തന്നെ ഒരു DC ഫാസ്റ്റ് ചാർജറുണ്ട്. ആ ഒരു മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 മിനിറ്റ് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഒരു 80% നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിസ്റ്റം. അങ്ങനെ ഈ രണ്ട് തരത്തിലാണ് ചാർജിങ് ഓപ്ഷൻസ് നടക്കുന്നത്. അതിൻ്റെ ചാർജറും കാര്യങ്ങളും ബൂട്ടിലുണ്ട്. അത് ഞാൻ നിങ്ങളെ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയാനായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളാണ്, കോയിൽ സ്പ്രിംഗ് സ്ട്രട്ടുകളാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ നമ്മൾ ഡ്യുവൽ പാത്ത് സ്ട്രറ്റാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു കർബ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1400 കിലോയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിന് അടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതൊരു സിപ്ട്രോൺ എന്ന് പറഞ്ഞ ടെക്നോളജിയിലേക്ക്, അത് നമുക്ക് ഉടനെ തന്നെ ഞാൻ ആ ഒരു ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകാം. വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നെക്സോണിൻ്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ട് മുകളിൽ തന്നെ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു സ്റ്റോപ്പ് ലൈറ്റ്, ഒരു ഹൈ മൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതേപോലെ ഗ്ലാസ്സുകളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇത് ഡീഫോഗറുള്ള ഗ്ലാസ്സാണ്. അതേപോലെ ഇവിടെ നമുക്കൊരു വൈപ്പർ കാണാനായിട്ട് സാധിക്കും. ടോപ്പ് എൻഡ് വേരിയൻസിലാണ് ഈ ഒരു വൈപ്പർ വരുന്നത്. ടോപ്പ് എൻഡ് മിഡ് വേരിയൻറ്റിലും ഈ വൈപ്പർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ടാറ്റയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ലോഗോ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സ് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തൊട്ട് ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് അവിടെയുള്ള ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേയിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ പൊതുവെ കൊടുത്തിട്ടുണ്ട്. സിപ്ട്രോൺ എന്ന് പറഞ്ഞ ടെക്നോളജിയിലാണ് ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് ടെക്നോളജി ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സിപ്ട്രോൺ എന്ന് പറയുന്ന പേരിൽ. നടുക്കായിട്ട് തന്നെ നെക്സോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, വാഹനത്തിൻ്റെ ബാഡ്ജിങ് വളരെ ഭംഗിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബമ്പറിലേക്കും ഒക്കെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഡിസൈൻസും ഈ ട്രൈ-ആരോ ഡിസൈൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ട്രൈ-ആരോ ഡിസൈൻ കാണാം. അതേപോലെ സ്കിഡ് പ്ലേറ്റ്, ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബൂട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി തന്നെ എൻ്റെ ചാർജർ ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കുത്തി കാണിക്കാം. 350 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പാഴ്സൽ ട്രേ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ 15 ആംപിയർ ആയിട്ടുള്ള പോയിന്റിൽ നമുക്ക് കുത്താൻ പാകത്തിലുള്ള ഒരു ചാർജറാണ്. ഇതാണ് അതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാർജർ നമ്മൾ ഇവിടെയാണ് കുത്തുക. ഇത് കുത്തി നമ്മൾ വീട്ടിൽ 15 ആംപിയർ പ്ലഗിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 8.5 മണിക്കൂറും കൊണ്ട് 90% ചാർജ് കയറുമെന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ പറയാതെ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ക്ലസ്റ്ററാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു 2 പീസായിട്ടുള്ള ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ. 2 പീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യുകയാണെന്ന് കണ്ടോ, ഈ ഒരു പോർഷനും 2 പോർഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 3D ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ട്രൈ-ആരോ, അത് കത്തി നിൽക്കുമെന്ന് നമുക്കറിയാം, ഒരു ട്രൈ-ആരോ ഡിസൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പുറമേ എന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, ഇതൊരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ മോട്ടറിനെ സംബന്ധിച്ചും അതിൻ്റെ ബാറ്ററിയെ സംബന്ധിച്ചും പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അകത്തെ ഡിസൈനിലേക്ക് പോകാം. നമുക്ക് അതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വെയിറ്റുള്ളൊരു ഹുഡാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത് വാഹനത്തിൻ്റെ ഒരു സ്ട്രെങ്തിനെ തന്നെ സൂചിപ്പിക്കുന്നു. വാഹനത്തിൻ്റെ ഒരു എൻജിൻ റൂമിലേക്ക് വരുമ്പോൾ, എൻജിൻ റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു മോട്ടോർ റൂമിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയിലാണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്താണ് മോട്ടർ വരുന്നത്. മോട്ടറിൻ്റെ മുകളിൽ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ സിപ്ട്രോൺ എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ കാര്യങ്ങൾ ഒരു ബാഡ്ജ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ മോട്ടറിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു 3 ഫേസ് ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറാണ് വാഹനത്തിന് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ്. ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 129 PS പവർ തരാൻ പറ്റുന്ന 245 Nm ടോർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 30.2 കിലോവാട്ട് ബാറ്ററിയാണ് വാഹനത്തിനുള്ളത്. അതും ഈ പറയുന്ന സിപ്ട്രോൺ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ ബാറ്ററിയും നമ്മൾ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്.
ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം നമുക്ക് അറിയാം ഈ ബാറ്ററി പോലുള്ള വാഹനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയോ കത്തിപ്പോകുമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ IP67 റേറ്റഡ് ആയിട്ടുള്ള മോട്ടറും ബാറ്ററിയാണ്. IP67 റേറ്റഡ് മോട്ടറും ബാറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസൊക്കെ IP67 റേറ്റഡ് ആണ്. അതായത് വാട്ടർ പ്രൂഫാണ്. ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ വെള്ളത്തിനകത്ത് ഏകദേശം 30 മിനിറ്റ് ഈ വാഹനം കടന്നെന്ന് പറഞ്ഞാലും ഇതിന് ഷോർട്ട് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ വാഹനത്തിന് ഡാമേജോ ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് ഈ IP67 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡസ്റ്റ് പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്. അതേപോലെ ഇതൊരു AAS 048 എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങൾ, അതായത് ബാറ്ററിയുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നേടിയ ഒരു വാഹനമാണ്. അത്ര സേഫ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ ടാറ്റയുടെ നെക്സോൺ EV എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചാർജിങ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 2 രീതിയിൽ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫുൾ ചാർജിൽ 312 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 2 മോഡിൽ വാഹനം ഓടിക്കാം, ഡ്രൈവും സ്പോർട്സും. ഈ സ്പോർട്സിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് മൈലേജ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു റേഞ്ച് കുറയുമായിരിക്കും. എന്നിരുന്നാലും ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ പ്രൂവൺ ആയിട്ട് 312 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. മൈലേജ് എന്ന് പറയുന്നതിനേക്കാളും ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നവും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ലോങ് റൂട്ടിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേന് ഈ 312 കിലോമീറ്റർ തികയുമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിറ്റി കമ്മ്യൂട്ടാണ് ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ പെട്രോൾ പമ്പുകൾ ഇപ്പോൾ നിലവിലുള്ളതുപോലെ ഉള്ള പെട്രോൾ പമ്പുകളിലെല്ലാം ഇലക്ട്രിക് ചാർജിങ് യൂണിറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഒരു 60 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം 80% ചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൂരദേശങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയൊക്കെ നമുക്ക് വാഹനം ഓടിക്കണമെങ്കിലും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി വാഹനത്തിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത്നെസ് ഫീൽ ചെയ്യും. നല്ല ബലവത്തായിട്ടുള്ള ഡോറുകൾ, നല്ല വെയിറ്റുള്ള ഡോറുകളാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് വാഹനത്തിൻ്റെ മൊത്തം ഒരു കർബ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1400 കിലോയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ബേസിലാണ്. ഈ ഒരു ഭാഗത്ത് അടിഭാഗത്ത് നടുക്കായിട്ടാണ് ഇതിൻ്റെ ഒരു ബാറ്ററി T ഷേപ്പിലുള്ളൊരു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഇതിന് ഡോറിലേക്ക് വരുമ്പോൾ 2 കളറുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫാബ്രിക് ഇൻസേർട്ട്, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇൻസേർട്ടുമാണ് വരുന്നത്. നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഒരു ഫാബ്രിക്കിന് പകരം ലെതർ ഇൻസേർട്ടുകൾ തന്നെ വരും. അതേപോലെ സീറ്റ്സും ലെതറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളും ഇവിടെ കാണാം. ഇതുപോലെ തന്നെ ഒരു ക്രോം ഇൻസേർട്ടിലുള്ള ഒരു ഡോർ ഹാൻഡിൽ, ഓപ്പൺ ചെയ്യാനുള്ള ഡോർ ഹാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ പവർ വിൻഡോ കൺട്രോൾസും ഒക്കെ ഇവിടെയുണ്ട്. ഇതേപോലെ ഇവിടെ ഒരു റാക്ക് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കുട വയ്ക്കാനും അതേപോലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്പീക്കറുകളും കാര്യങ്ങളും ഒക്കെയാണ് ഹർമൻ കാർഡിൻ്റെ സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റിഫ്ലക്ടർ നമുക്ക് കാണാം. വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ച് വാതിൽ തുറന്നെടുക്കുമ്പോൾ വേറൊരു വണ്ടി വന്ന് രാത്രി വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു റിഫ്ലക്റ്റീവ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഡോറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു മിഡിൽ വേരിയൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ സീറ്റ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരു ട്രൈ ആരോ ഡിസൈൻ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സീറ്റിലെല്ലാം ഈ ട്രൈ ആരോ ഡിസൈൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റിച്ചിനൊക്കെ ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. ഇതേപോലെ വാഹനത്തിനകത്ത് പല ഭാഗങ്ങളിലും ബ്ലൂ കളറായിട്ടുള്ള ഇൻസേർട്ടുകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സീറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇത് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഹൈറ്റൊക്കെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ടാറ്റ നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു വശത്ത് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുള്ളപ്പോൾ ഈ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം മീഡിയ കൺട്രോൾസ് ആണ്. അതേപോലെ തന്നെ വോയിസ് കമാൻഡ് അസിസ്റ്റൻ്റ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഹോണും കാര്യങ്ങളൊക്കെ ഒരു മനോഹരമായിട്ടൊരു ഹോണും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീൽ തരുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഇലക്ട്രിക്കിൻ്റെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇത് ടോപ്പ് എൻഡിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ലെതർ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഇൻഡിക്കേറ്റർ കൺട്രോൾസും ലൈറ്റിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കംപ്ലീറ്റ് ഗ്രാഫിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എത്ര നേരം ഇതിൻ്റെ ഒരു ഫ്യൂവൽ എത്ര ബാറ്ററി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 90% ബാറ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം, എത്ര വണ്ടി എത്ര ഓടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ ഡ്രൈവ് മോഡുകൾ 2 ഡ്രൈവ് മോഡിലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ഡിയും അതേപോലെ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഹർമൻ കാർഡിൻ്റെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. അൾട്രോസിലും ഇതേപോലെ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്.
ഈ വാഹനത്തിൻ്റെ ഉൾവശത്ത് പല ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ബ്ലൂ ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഈ ഒരു ചുറ്റിലും നമുക്കൊരു ബ്ലൂ കളർ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകളുടെ സൈഡിലും ബ്ലൂ കളേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹർമൻ കാർഡിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സ്പീക്കേഴ്സും 4 ട്യൂട്ടേഴ്സും കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിന് ഇവർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തൊട്ട് താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെയുള്ള മീഡിയ കൺട്രോൾസൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC എന്ന് പറഞ്ഞാൽ ഫുള്ളി ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വാഹനത്തിന് വരുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുണ്ട് ഇതിൻ്റെ കീ കാര്യങ്ങളാണ്, കീ ഫോബും കാര്യങ്ങളൊക്കെയാണ്. ഈ വാഹനത്തിനൊരു വേറബിൾ ആയിട്ടുള്ളൊരു കീയും കൂടെ ഉണ്ട്. വാച്ച് പോലെ നമുക്ക് അണിയാൻ പറ്റുന്നൊരു കീയും കൂടെ ഉണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ USB കുത്താനുള്ള ഒരു പോയിൻ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ സ്റ്റോറേജ് സ്പേസും ഒരു ബ്ലൂ ആക്സെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഇതിൻ്റെ ഒരു ഡയൽ, അതായത് ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ ഡയലാണ് നമ്മൾ കാണുന്നത്. ഈ ഗിയറിൻ്റെ ഡയലിനകത്ത് ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ്, റിവേഴ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള മോഡുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഡയൽ നമ്മൾ തിരിച്ചിട്ടാണ് ഇത് നമ്മൾ ഈ വാഹനത്തിൻ്റെ മോഡുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യുന്നത്. ചെറിയൊരു ഓറഞ്ച് കളർ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ഏത് മോഡിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ കളർ അവിടെ നോക്കിയാൽ മതി, എന്നാലും നമുക്കത് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ ഇവിടെ ഒരു ഇത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്കും ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ കളറും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ ഒരു വൈറ്റിൻ്റെ ഫിനിഷിലുമാണ് ഒരു ഡാഷ്ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആഢ്യത്വം തരുന്ന ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ ഈ രണ്ട് വശത്ത് നമുക്ക് സൺഷെയ്ഡുകൾ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിലടിക്കാതിരിക്കാനുള്ള സൺഷെയ്ഡുകളും കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തുള്ള സൺഷെയ്ഡിനകത്ത് വാനിറ്റി മിററും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് റൂഫിലേക്ക് വരുമ്പോൾ ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൈക്ക് ഇൻപുട്ട് നമുക്ക് കാണാം, ഹാൻഡ്സ് ഫ്രീ വർക്ക് ചെയ്യാനുള്ള മൈക്ക് ഇൻപുട്ട് കാണാം. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡാഷിൽ നിന്നുള്ളൊരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. 5.6 ആണ് ഞാനെന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം എനിക്ക് നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക് ഇരിക്കാം. നടുക്ക് നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ബോട്ടിൽ ഹോൾഡറും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ളൊരു സീറ്റുകളുടെ ഒരു പ്രത്യേകതയിലൊന്നാണ് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചാർജ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കൊരു ഈ പാഴ്സൽ ട്രെയിൽ വെച്ചുകൊണ്ട് നമുക്ക് മൊബൈലൊക്കെ ബാക്കിലുള്ളവർക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ റിയർ ആയിട്ടുള്ള AC-യുടെ കൺട്രോൾസൊക്കെ അവിടെ നമുക്ക് കാണാൻ, വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബാക്കിലുള്ളവർക്ക് AC കൺട്രോൾ ചെയ്യാൻ തരത്തിലുള്ള AC റിയർ വെൻറ്റുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിലേക്ക് പോകാം. നമ്മളിനി വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോവാണ്. അപ്പം ഇതിന് നമ്മളൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിനുള്ളത്. പുഷ് ബട്ടൺ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും തെളിഞ്ഞു വരുന്നതായിരിക്കും. പിന്നെ സാധാരണ ഒരു വണ്ടിയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ വാഹനം ഭയങ്കര സൂപ്പർ സൈലൻ്റ് ആണ്. ഒന്നും നമുക്കറിയാനില്ല, വാഹനം ഓണായെന്ന് പോലും നമുക്കറിയാനില്ല, അത്രയ്ക്കും സൈലൻ്റ് ആണ്. കാരണം മോട്ടർ മാത്രമേ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ 2 ഡ്രൈവ് മോഡാണ്. സ്പോർട്സും ഉണ്ട്, ഇതിനകത്ത് ഡ്രൈവ് എന്ന് പറയുന്നൊരു മോഡും ഉണ്ട്. നമുക്കിപ്പോൾ ഡ്രൈവിൽ തന്നെ നമുക്ക് വണ്ടി എൻഗേജ് ചെയ്യാം. ഈ ഒരു റോളർ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് എൻഗേജ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഗിയർ എൻഗേജ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസ്മിഷനാണ്. ഒരു ഓട്ടോമാറ്റിക് ഫീൽ തരാൻ വേണ്ടിയുള്ള ഒരു സിംഗിൾ ട്രാൻസ്മിഷനാണ്. നമ്മൾ നേരെ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിലും D എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് മോഡിലാണ് ഈ വണ്ടി കിടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ചെറിയ ഈ D എന്ന് പറയുന്ന ഒരു സ്വിച്ചിനകത്ത് ചെറിയൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ പാനൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ.
ഈ വാഹനം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു കയറ്റമാണ് കയറുന്നത്. ഈ വാഹനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ഹിൽ അക്സെന്റ് അസിസ്റ്റും ഹിൽ ഡിസെന്റ് അസിസ്റ്റും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാഹനം കയറ്റം കയറുന്ന കേസിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്നും വലിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ കയറ്റം വരിഞ്ഞ് കയറിക്കോളും. അതേപോലെ ഇറക്കത്തിൻ്റെ കേസിലും വളരെ വലിയ കുത്തിറക്കമാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഡിസെൻഡ് ചെയ്യാനും നമ്മളെ സഹായിക്കും. അതായത് തനിയെ വാഹനം താഴോട്ട് മെല്ലെ ഉരുണ്ടു പോകും. അതായത് നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഉരുണ്ടു പോകും. പിന്നെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബ്രേക്കിങ്ങിനൊരു ഭയങ്കര പ്രത്യേകത ഉണ്ട്. അതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ട്രാഫിക് ബ്ലോക്കിലൊക്കെ നമ്മൾ കൊണ്ടിടുമ്പോഴും അല്ലെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും വാഹനം വീണ്ടും അതിനകത്ത് ചാർജ് ഉണ്ടായി ബാറ്ററിയിലേക്ക് സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് 2 എയർ ബാഗാണ് ഈ വാഹനത്തിന് വരുന്നത്. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ABS വിത്ത് EBD സിസ്റ്റം, കോൺട്രാ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള വാഹനത്തിൻ്റെ സേഫ്റ്റി പരമായിട്ടുള്ള എല്ലാ മെഷേഴ്സും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം നല്ല സ്പീഡിൽ പോയെന്ന് പറഞ്ഞാൽ ബേസിൽ വെയിറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ വാഹനം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ വാഹനം ഇപ്പോൾ ഡ്രൈവ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് മോഡ് ഒരു നോർമൽ ഒരു എന്താ പറയുന്ന ഒരു ആക്സലറേഷനും കാര്യങ്ങളാണ് വാഹനത്തിന് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു സ്പോർട്സ് മോഡും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പോർട്സ് മോഡിലേക്ക് എൻഗേജ് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി ഇപ്പോൾ സ്പോർട്സ് മോഡിലേക്ക്. അപ്പോൾ നമുക്കിതിനെ ക്ലസ്റ്ററിൽ അറിയാനായിട്ട് നമുക്ക് സാധിക്കും ഇതൊരു സ്പോർട്സ് മോഡിലായിരുന്നു. ഇപ്പോൾ നമ്മളിൻ്റെ വാഹനം കാലം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി വീൽ സ്പിൻ നടന്നു. അത്രയ്ക്കും പവർഫുള്ളാണ്. ഇപ്പം ഞാൻ ഈ വാഹനം സ്പോർട്സ് മോഡിലിട്ടപ്പം വണ്ടി വീൽ സ്പിന്ന് നടന്നു. കാരണം ടയർ റോഡിൽ റൊട്ടേറ്റ് ചെയ്തു എന്നാണ്. വീൽ സ്പിൻ ചെയ്യേണ്ട വന്നു. ഇപ്പോൾ സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വാഹനത്തിന് ഭയങ്കര പവറാണ്. ഭയങ്കര പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉള്ള ഒരു പവർ കിട്ടും. കാരണം വാഹനത്തിന് സാധാരണ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ കറങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോർക്ക് നമ്മളെ വീലുകളിലേക്ക് കിട്ടുന്നത് പോലെയല്ല ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ. സ്വിച്ച് ഇട്ടാൽ മോട്ടോർ കറങ്ങുന്ന പോലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ടോർക്കായിരിക്കും. 245 Nm ടോർക്ക്, വെച്ചാൽ പീക്ക് ടോർക്ക് നമുക്ക് വാഹനത്തിനകത്ത് പെട്ടെന്ന് തന്നെ ലഭ്യമാകും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പവർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് കാല് കൊടുത്താൽ തന്നെ ഇത് കണ്ടോ വണ്ടി പറന്നാണ് കയറുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.6 സെക്കൻഡ് കൊണ്ട് തന്നെ വാഹനം 60 കിലോമീറ്റർ സ്പീഡ് അറ്റൻഡ് ചെയ്യും. അതുപോലെ 9.9 സെക്കൻഡുകൾ കൊണ്ട് തന്നെ 100 കിലോമീറ്റേഴ്സ് അറ്റൻഡ് ചെയ്യാനും ഈ വാഹനത്തിന് വേഗത്തിൽ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡ്രൈവിംഗ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു ടാറ്റയുടെ ഇലക്ട്രിക്. അത് ഏത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചാലും നമുക്കത് തന്നെ ഫീൽ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാറ്റയുടെ കോണ ഓടിച്ചപ്പോഴും ഇതേ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. കാരണം ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ. അത് ഈ ഫ്ലാറ്റ് ടോർക്ക് നമുക്ക് ആക്സിലറേറ്ററിൽ കിട്ടുന്നതുകൊണ്ടാണ് അത്രയ്ക്കും ഒരു എന്താ പറയുക വണ്ടിയുടെ ഒരു ഫ്രണ്ട് നമുക്ക് പൊങ്ങി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ടേക്ക് ഓഫിന് വേണ്ടി വിമാനം പൊങ്ങാൻ നിൽക്കുന്നത് പോലെ തന്നെ ആ വെഹിക്കിൾ പൊങ്ങുന്നത്, അതായത് അതിൻ്റെ സസ്പെൻഷനല്ല വണ്ടി പൊങ്ങുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ ഇവിടെ ഒരു സിഗ്നലാണ്. നമ്മളിവിടെ ടേൺ അടിക്കാനായിട്ട് പോവാണ്. ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 5.1 മീറ്ററാണ്. 5.1 മീറ്റർ മതി വാഹനം ഫുള്ളായിട്ട് തിരിയാനായിട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഡ്രൈവിംഗ് ഭയങ്കര നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് ഈ ടാറ്റ നെക്സോണിൻ്റെ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഹർമൻ കാർഡിൻ്റെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് നമുക്കൊരു മൊബൈലിൽ ഒരു ആപ്പ് വഴി നമുക്ക് ഈ വാഹനത്തെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ടാറ്റയുടെ തന്നെ ഇസഡ് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഏകദേശം 35ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ വണ്ടി നമുക്ക് റിമോട്ടായിട്ടുള്ള കമൻ്റാണ്. നമുക്ക് വണ്ടി ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ വണ്ടി ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ജിയോ ഫെൻസ് ചെയ്യാം, അതുപോലെ ടൈം ഫെൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതുപോലെ വണ്ടിയുടെ ഹെൽത്ത് റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം ഈ ആപ്പിൽ വരും. അങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വാഹനത്തിൻ്റെ വാറണ്ടിയെ സംബന്ധിച്ച് പറയേണ്ടതിരിക്കുന്നു. വാഹനത്തിന് 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ് മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. വാഹനത്തിൻ്റെ ഒരു വാറണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ ഒരു വാറണ്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡ്യൂറബിൾ ആയിട്ടൊരു സംഭവമാണ്. 8 വർഷത്തേക്ക് ഇതിൻ്റെ മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. 1,60,000 എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ട് ഓടാൻ പറ്റുന്ന ഒരു കിലോമീറ്ററാണ്. 8 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് ഓടാൻ പറ്റുന്ന ഒരു കിലോമീറ്ററാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു മികച്ച സപ്പോർട്ടാണ് ടാറ്റയുടെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതൊക്കെ കണക്ടിവിറ്റി ഉള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ റിവേഴ്സ് നമ്മുടെ ബാക്ക് വശം കാണിച്ചപ്പോൾ ഒരു ക്യാമറയുടെ കാര്യം പറയുന്നു.
അപ്പോൾ വണ്ടി നമ്മൾ റിവേഴ്സിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ കേട്ടോ ബാക്കിൽ ക്യാമറ തെളിഞ്ഞു വരുന്നത്. അതുപോലെ നമുക്ക് ഗൈഡ് ലൈൻസും ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കാനൊക്കെ നമുക്ക് ഈ വാഹനം നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ വാഹനം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് ട്രിവാൻഡ്രം മോട്ടേഴ്സ്, തിരുവനന്തപുരത്തുള്ള ട്രിവാൻഡ്രം മോട്ടേഴ്സിൻ്റെ കരിക്കകത്തുള്ള ഷോറൂമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും വാഹനങ്ങൾ അവിടെ നിന്ന് തരുന്ന അജിൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സുഹൃത്താണ്. പുള്ളി അവിടെ മാർക്കറ്റിങ്ങിലുള്ള ആളാണ്. നമുക്ക് വാഹനം എപ്പോഴും കൊണ്ടു തരുന്ന മനുവാണ്. ഓക്കെ, അജിൻ മനുവിനെ തന്നെ എനിക്ക് എപ്പോഴും അറേഞ്ച് ചെയ്ത് തരും. അപ്പം മനുവാണ് എപ്പോഴും വാഹനം കൊണ്ടു തരുന്നത്. പുള്ളിക്കാരൻ വളരെ സൗമ്യനായിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ താങ്ക് യു മനു. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവിൻ്റെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ അജിനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അജിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓടിച്ചിരിക്കേണ്ട ഒരു വാഹനമാണ് ടാറ്റയുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ പവർ ഞാൻ നേരത്തെ ടെസ്റ്റ് ഡ്രൈവിൽ പറഞ്ഞതുപോലെ അസാധ്യ പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ് മൈ ഷോ എന്ന് പറയുന്ന ഈ ചാനൽ ധാരാളം വെഹിക്കിൾ റിവ്യൂസാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.